അന്തസ്സും ആത്മാഭിമാനവും വ്യക്തിത്വവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടെന്നാണ് ജസ്റ്റിസ് PV കൃഷ്ണന്റെ ഒബ്സർവേഷൻ. കേരള ഹൈക്കോടതിയിലെ ഒരു കേസ് സംബന്ധമായ ഹർജി പരിഗണിക്കുന്നതിൻ്റെ ഇടയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഈ ഒബ്സർവേഷൻ. തീർച്ചയായിട്ടും ഇത് ഇനി പുരുഷനെ അവഹേളിക്കുന്ന സ്ത്രീക്കെതിരെ കേസ് നിലനിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതേപോലെ ധാരാളം കേസുകൾ നമുക്കറിയാം, സ്ത്രീകൾ പുരുഷന്മാർക്കെതിരായിട്ട് കൊടുക്കുന്നത് നമുക്കറിയാം. അതുപോലെ തിരിച്ചും കേസ് കൊടുക്കുന്നത് നിലനിൽക്കും എന്ന് ആണ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ. അത് തൃശ്ശൂര് ഉള്ള ഒരു സ്ത്രീയും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ വിവാഹത്തിലുള്ള കുട്ടിയാണ്, കുട്ടിയുടെ പേരാണ് അതിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഇപ്പോഴത്തെ ഭർത്താവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതിലുണ്ടായ കുട്ടിയാണ് ആ പെൺകുട്ടി. 2017 ആ കുട്ടി പിറന്നത്. ആദ്യ ഭർത്താവിൻ്റെ പേര് തന്നെയായിരുന്നു ആ കുട്ടി പിറന്നപ്പം ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തത്. യഥാർത്ഥത്തിൽ 2017 ഇവര് വിവാഹബന്ധം വേർപെടുത്തി. 2023 ഉഭയസമ്മതപ്രകാരം ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയത് ശേഷം 2023 പുതിയ ഭർത്താവിന് അവരുടെ തൃശ്ശൂരുകാരൻ പുതിയ ഭർത്താവിന് വിവാഹം കഴിച്ചു. അയാളിലുണ്ടായ ഒരു കുട്ടി തന്നെയാണ് 2017 പിറന്നത് എന്നാണ് അവരിപ്പം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ടുപേരും, ആ സ്ത്രീയും തൃശ്ശൂരുകാരി സ്ത്രീയും അവരുടെ രണ്ടാമത്തെ ഭർത്താവ് വിവാഹം കഴിച്ച ശേഷം അവർ രണ്ടുപേരും ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ആദ്യത്തെ അവരുടെ കുട്ടിയുടെ പിതാവിൻ്റെ പേര് രണ്ടാമത്തെ ഭർത്താവിൻ്റെ ആയിട്ട് ചേർക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത്. ആ കേസിനകത്ത് ആദ്യത്തെ ഭർത്താവിന് നോട്ടീസ് പോയി. അദ്ദേഹത്തിൻ്റെ സമ്മതം എന്താണെന്ന് കോടതി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിന് തടസ്സമില്ല, അത് അവരുടെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ കുട്ടി തന്നെയാണ്, അവരുടെ വിവാഹബന്ധം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടാമത്തെ ഭർത്താവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നത് എന്ന് ആ ആദ്യ ഭർത്താവ് കോടതി പറഞ്ഞു. അപ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം വന്നത്, ദാമ്പത്യ വിശ്വാസ്യതയ്ക്ക് വലിയ സാമൂഹ്യ ബോധമുണ്ട് എന്ന് കോടതി പറഞ്ഞു. ഹർജി പ്രകാരമുള്ള ഒരു സാഹചര്യം പുരുഷന്റെ വ്യക്തിത്വത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് കോടതി പുരുഷന്റെ വ്യക്തിത്വവും അന്തസ്സും പരിഗണിക്കുന്നതാണ് ഈ കോടതി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സ്ത്രീകളുടെ അന്തസ്സും ആത്മാഭിമാനവും വ്യക്തിത്വവും ഒക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കേസുകൾ പുരുഷന് എതിരായിട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരായി അതേ രീതിയിലുള്ള അന്തസ്സും ആത്മാഭിമാനവും വ്യക്തിത്വവും പുരുഷനും ഉണ്ട് എന്ന് മലയാളത്തിലെ ചില വ്യക്തികളൊക്കെ സിനിമാക്കാരും ഒക്കെ പറഞ്ഞ് ചാനലിലൊക്കെ വരുന്ന ധാരാളം ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചിന്തയ്ക്ക് നല്ല വേരോട്ടം കേരളത്തിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോടതിയുടെ ഇപ്പോഴത്തെ ഈ ടിപ്പിക്കൽ കേസ് തീർച്ചയായിട്ടും അതിനകത്തൊരു DNA ചെയ്യേണ്ടതാണ്. പക്ഷെ ആദ്യ ഭർത്താവ് പറഞ്ഞ് തൻ്റെ കുട്ടിയല്ല എന്ന് കോടതിയിൽ സമ്മതിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടാമത്തെ ഭർത്താവും കക്ഷി ചേർന്നുകൊണ്ട് അവർ രണ്ടുപേരുടെയും കുട്ടിയാണ് ഈ 2017 കുട്ടി. അതുകൊണ്ട് പേര് മാറ്റുന്നതിൽ ആദ്യ ഭർത്താവിന് തടസ്സമില്ല, രണ്ടാമത്തെ ഭർത്താവ് തൻ്റെ കുട്ടിയാണെന്ന് കോടതിയിൽ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് കോടതി ആ സമയത്താണ് ദാമ്പത്യ വിശ്വാസ്യതയ്ക്ക് വലിയ സാമൂഹ്യ മൂല്യമുണ്ടെന്ന് കൂടി കോടതി പറഞ്ഞതിൻ്റെ കാരണം. ഏതായാലും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഒബ്സർവേഷൻ ഇപ്പോഴത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണത്തിന്.